सर्वेषां स्वागतं। विष्णुसहस्रनामपठनम् आरम्भं कुर्मः। संस्कृतपठनम् अपि। अद्य 35तमं श्लोकम् आद्यं पठामः। 34तमपर्यन्तम् अस्माभिः पठितम्। अनन्तरं 35तमं श्लोकं पठामः। अच्युत प्रथित प्राण प्राणद वासवानुज अपांनिधि अधिष्ठानम् अप्रमत्त പ്രതിഷ്ഠിത ഇതാണ് ശ്ലോകം വരുന്നത്. അപ്പോൾ അച്യുത ആ ച്യു ച്യുത വിസർഗം അച്യുത ച്യുതി അച്യുത. ച്യുതി എന്ന് പറഞ്ഞ വാക്കിന് ഈ വീഴ്ച എന്നൊക്കെയുള്ള അർത്ഥമാണ്. വീഴ്ച, അതായത് എന്തിൽ നിന്നെങ്കിലും ഒരു ച്യുതി ഉണ്ടാവുക, മൂല്യച്യുതി, മൂല്യത്തിന് ഒരു വീഴ്ച ഉണ്ടാവുക. ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് താണു, അതാണ് മൂല്യം കുറഞ്ഞു എന്നർത്ഥം. അപ്പൊ അതാണ് അച്യുത എന്ന് പറഞ്ഞാൽ ച്യുതി സംഭവിച്ചയാളാണ് ച്യുതൻ. അച്യുത എന്ന് പറയുമ്പോൾ ച്യുതി സംഭവിക്കാത്തവൻ. ആ എവിടെയാണോ ഉള്ളത് ആ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും താഴേക്ക് പോവാത്തയാള്, ആ പദവി ഉണ്ടല്ലോ, ആ പദവിയിൽ നിന്ന് ഒരിക്കലും താഴേക്ക് പോവാത്തയാള് എന്നുള്ള അർത്ഥം അച്യുത. അത് അകാരാന്തായിട്ടുള്ള രൂപമാണ്. അച്യുതായ എന്ന് വരും. അച്യുതായ നമ, അച്യുതായ നമ. അപ്പൊ അച്യുത. അടുത്തത് പ്രഥിത എന്നാണ്. രഥം എന്ന് എഴുതുന്ന രണ്ടാമത്തെ ഠകാരമാണ്. നല്ല ശക്തിയിൽ പ്രയോഗിക്കേണ്ട അക്ഷരമാണ്. പ്രഥിത. പ്രഥിത പ്രഥിത എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രഥിതനായവൻ, പ്രഥിതൻ. പ്രഥിതൻ എന്ന് പറയുമ്പോ നല്ല പേര് ഉള്ളയാള്, പ്രശസ്തി ഉള്ളയാള് എന്നൊക്കെയുള്ള അർത്ഥമാണ്. വലിയ പ്രശസ്തി നേടിയ ആള്, വളരെയധികം പ്രശസ്തി ഉള്ളയാള് എന്നൊക്കെയുള്ള അർത്ഥമാണ് പ്രഥിത. അകാരാന്തായിട്ടുള്ള രൂപമാണ് പ്രഥിത. അവിടെ പ്രഥിതായ എന്ന് വരും. പ്രഥിതായ, പ്രഥിതായ നമ, അച്യുതായ നമ, പ്രഥിതായ നമ. അടുത്തത് പ്രാണ എന്നാണ്. പ്രാണ. പ്രാണ എന്നുള്ളതും അകാരാന്തായിട്ടുള്ള രൂപമാണ്. പ്രാണായ എന്ന് രൂപം കിട്ടും. പ്രാണായ നമ. ഈ പ്രാണ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രാണൻ. നമ്മൾ പറയാറുണ്ട്, പ്രാണൻ എന്നുള്ള വാക്ക് പലപ്പോഴായിട്ട് പ്രയോഗിക്കാറുണ്ട്. എൻ്റെ പ്രാണനാണ്. അതായത് ശ്വാസം, ജീവവായു എന്നൊക്കെയുള്ള അർത്ഥമാണ് പ്രാണൻ എന്നുള്ളതിന്. ജീവശ്വാസം, ജീവവായുവായിട്ടുള്ള ആള് എന്നൊക്കെ അർത്ഥം പറയാം പ്രാണ. അപ്പോൾ പ്രാണ എന്നുള്ളത് പ്രാണായ എന്ന രൂപം കിട്ടും. പ്രാണായ നമ, അച്യുതായ നമ, പ്രഥിതായ നമ, പ്രാണായ നമ. അച്യുത, പ്രഥിത, പ്രാണ. പിന്നെ പ്രാണദ എന്നാണ്. പ്രാണദ, പ്രാണദ, പ്രാണ, പ്രാണം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, ജീവശ്വാസം. അവ പ്രാണനെ ദാനം ചെയ്യുന്നയാളാണ് പ്രാണതൻ, പ്രാണദ. അപ്പോ ജീവശ്വാസത്തെ കൊടുക്കുന്നയാള്. അപ്പൊ ജീവനത്തെ കൊടുക്കുന്നയാള്, ജീവനെ കൊടുക്കുന്നയാള്, ജീവദാതാവ്
എന്നൊക്കെയുള്ള അർത്ഥമാണ് പ്രാണദ. അതും അകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പൊ പ്രാണദായ നമ എന്ന രൂപം കിട്ടും. അച്യുതായ നമ, പ്രഥിതായ നമ, അച്യുത പ്രഥിത, പ്രാണായ നമ, ചിതപ്രഥിത പ്രാണ, പ്രാണദായ നമ. അപ്പൊ ഇവിടെയൊക്കെ ഉള്ളൊരു പ്രത്യേകത, പിന്നെ അച്യുത, ആ വിസർഗം ഈ വിസർഗമായിട്ട് തന്നെ നിൽക്കും. അത് കൂടി ചേരില്ല എന്നർത്ഥം. കാരണം പ എന്നുള്ള അക്ഷരമാണല്ലോ അത് കഴിഞ്ഞിട്ട് വരുന്നത്. വിസർഗം കഴിഞ്ഞിട്ട് പ എന്നുള്ള അക്ഷരം വരുന്ന സമയത്ത് ആ വിസർഗമായിട്ട് തന്നെ ഉച്ചരിക്കണം എന്നുള്ള നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ അച്യുത, പ്രഥിത, പ്രാണ, പ്രാണദ അങ്ങനെ തന്നെയാ വരിക. ആ പ്രാണദ എന്നുള്ളതിന് ചെറിയൊരു മാറ്റം വരും. അടുത്ത പദം വാസവാനുജ എന്നാണ്. വാസവാനുജ, വാസവ അനുജ, രണ്ട് പദങ്ങളാണ്. വാസവ അനുജൻ, വാസവന്റെ അനുജൻ. വാസവൻ, ആ വാസവൻ ആരാണോ ആ വാസവന്റെ അനുജനായിട്ടുള്ള ആള് വാസവാനുജ. വാസവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ആണ്. ഇന്ദ്രൻ, ഇന്ദ്രന്റെ അനുജ, ഇന്ദ്രന്റെ ഇളയ സഹോദരൻ, ഇന്ദ്രനേക്കാൾ താഴെയായിട്ടുള്ള സഹോദരൻ എന്നർത്ഥം. അപ്പൊ അങ്ങനെ വരാനുള്ള ഒരു കാരണം, ഇന്ദ്രന്റെ മാതാവിൽ തന്നെ മഹാവിഷ്ണു രണ്ടാമതും ജനിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ദ്രന്റെ അനുജനായി, ഇന്ദ്രൻ ആദ്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് മഹാവിഷ്ണു അതിഥിയുടെ ഗർഭത്തിൽ ജനിച്ചിട്ടുണ്ട്. അപ്പം വാസവന്റെ അനുജനായി, ഇന്ദ്രന്റെ അനുജനായി. വാമനൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാമനനായിട്ട് പറഞ്ഞതൊക്കെ ഇന്ദ്രൻ ഉണ്ടായതിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ വാസവാനുജ, ഇന്ദ്രന്റെ ഇളയ സഹോദരൻ എന്നുള്ള അർത്ഥം. വാസവ അനുജൻ, വാസവാനുജ, അതും അകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പൊ വാസവാനുജായ എന്ന് കിട്ടും. വാസവാനുജായ നമ, അച്യുതായ നമ, പ്രഥിതായ നമ, പ്രാണായ നമ, പ്രാണദായ നമ, വാസവാനുജായ നമ, വാസവാനുജായ നമ. അപ്പൊ അതുകൊണ്ടാണ് പ്രാണദ എന്നുള്ളത് വാസവാനുജ, വാ വന്നത് കൊണ്ട് ആ വിസർഗം ഓ എന്നായി. പ്രാണദോ വാസവാനുജ എന്നായി. അത് കഴിഞ്ഞിട്ട് അച്യുത പ്രഥിത പ്രാണം, പ്രാണദോ വാസവാനുജ. പിന്നെ അപാം നിധി, അപാം നിധി. അവിടെ രണ്ട് പദങ്ങളാണ്. അപാം എന്നുള്ളൊരു പദം, നിധി എന്നുള്ള പദം, രണ്ട് തരത്തിലുള്ള പദങ്ങൾ. അപാം അപ്പുകൾ എന്നർത്ഥം. അപ്പ് എന്നുള്ള വാക്കിന് ജലം എന്നാണ് അർത്ഥം. അപാം നിധി, നിധി എന്നുള്ള വാക്കിന് നിധി എന്ന് നമ്മൾ പറയുന്ന അതേ അർത്ഥം തന്നെ. അപ്പോ നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷിക്കുകയാണ്. നിധി ഒക്കെ ഒരു നിധി പോലെ കാത്തു സൂക്ഷിച്ചു എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അത് നിധി പോലെ സൂക്ഷിക്കുക. അപ്പൊ നിധിയായിട്ട് വെച്ചിട്ടുള്ള ആള് എന്നർത്ഥം. അല്ലെങ്കിൽ അപ്പുകളുടെ നിധി ആയിട്ടുള്ള ആള്. അപ്പോ അതിന് പല തരത്തിലുള്ള അർത്ഥങ്ങൾ എടുക്കാം. ഈ അപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ ജലമാണ്. ജലം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലാണ് ഉണ്ടാവുക. ആ സമുദ്രത്തിലെ ജലത്തിന്റെയൊക്കെ സംരക്ഷകൻ എന്നൊരർത്ഥം എടുക്കാം. അല്ലെങ്കിൽ ആ സമുദ്രത്തിൽ നിധി എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതുപോലെയുള്ള ആള് എന്നും അർത്ഥം എടുക്കാം. അപാം നിധി. അപ്പൊ നിധി എന്നുള്ളത് ഇകാരാന്താണ്. അപ്പോഴ് ചതുർത്ഥി വരിക നിധയേ എന്നാണ്. അപാം നിധയേ എന്ന് വരും. അപാം നിധയേ നമ, അച്യുതായ നമ, പ്രഥിതായ നമ, പ്രാണായ നമ, പ്രാണദായ നമ, വാസവാനുജായ നമ, അപാം നിധയേ നമ. അപാം നിധി. അടുത്തത് അധിഷ്ഠാനം എന്നാണ്. അധിഷ്ഠാനം, അധിഷ്ഠാനമായിട്ടുള്ള ആള്, അധിഷ്ഠാനമായിട്ടുള്ള ആളാണ് അധിഷ്ഠാനം എന്നുള്ള വാക്കിന് അർത്ഥം. അധിഷ്ഠാനമായിട്ടുള്ള ആള് എന്നില്ല, എന്താണോ അത് 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 തന്നെ. എന്താണോ അത്, അധിഷ്ഠാനമായിട്ട് എന്താണോ. അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ എന്താ? പിന്നിൽ നിന്ന് ഒരു തുണ, പിന്തുണ, അതാണ് പിന്തുണയ്ക്കുന്നയാള്. ഏതിനും അടിസ്ഥാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് അധിഷ്ഠാനം.
അടിസ്ഥാനമാണ് എന്ന് പറയില്ല നമ്മൾ മലയാളത്തിൽ. അത് തന്നെയാണ് അധിഷ്ഠാനം എന്നുള്ള അർത്ഥം. അപ്പോൾ അധിഷ്ഠാനം, പിന്തുണ, പിന്നിൽ നിന്ന് ഒരു തുണ ഉള്ളയാള്. അപ്പൊ അത് അധിഷ്ഠാനം എന്നുള്ളത് അകാരാന്ത നപുംസകലിംഗമായിട്ടുള്ള രൂപമാണ്. അപ്പോഴും അതിന്റെ ചതുർത്ഥി അധിഷ്ഠാനായ, അധിഷ്ഠാനായ. അവിടെ അക്ഷരം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോ അപാംനിധി എന്നുള്ള ധ ശ്രദ്ധിക്കണം. ഇവിടെ അധിഷ്ഠാനം എന്നുള്ളതിൽ രണ്ടക്ഷരങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആ കഴിഞ്ഞിട്ട് വരുന്ന ധീ എന്നുള്ളത് ഘോഷാക്ഷരാണ്. ഠ എന്നുള്ളത് അതിൽ ഷ കഴിഞ്ഞിട്ട് വരുന്ന ഠകാരം അധികരമായിട്ടുള്ള അക്ഷരാണ്. അധിഷ്ഠാനം, അധിഷ്ഠാനായ നമ എന്ന് രൂപം കിട്ടും. അപാംനിധി കഴിഞ്ഞിട്ട് അധിഷ്ഠാനം എന്ന് വരുമ്പോ ആ നിധി എന്നുള്ള വിസർഗം ര് എന്നായിട്ടാണ് മാറുക. രകാരം, രേഫമായിട്ട് മാറും. അപ്പോ അപാംനിധിര്, പിന്നെ അധിഷ്ഠാനം, അപാംനിധിരധിഷ്ഠാനം എന്നാവും. അധിഷ്ഠാനം. അധിഷ്ഠാനായ നമാം, അച്യുതായ നമ, പ്രഥിതായ നമ, പ്രാണായ നമ, പ്രാണതായ നമ, വാസവാനുജായ നമ, അപാംനിധയേ നമ, അധിഷ്ഠാനായ നമ. അടുത്തത് അപ്രമത്ത. അപ്രമത്ത, അപ്രമത്ത, പ്രമത്തൻ, മത്തൻ, മത്ത് പിടിച്ചയാള്, മത്തൻ. അപ്രമത്തൻ എന്ന് പറയുമ്പോ വളരെയധികം പ്രകരുഷമായിട്ട് മത്തോട് കൂടിയ ആളാണ് പ്രമത്തൻ. അപ്രമത്തനാകുമ്പോ ഇതിന്റെ വിപരീതാർത്ഥായി. അപ്പോ മത്ത് പിടിച്ച ആൾക്ക് ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ അല്ലാത്ത ആള് ആകുമ്പോഴെന്താണ്, ശരിക്കും എല്ലാം തിരിച്ചറിയാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ കാര്യങ്ങള് മനസ്സിലാവുന്നയാള്, മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളയാള് എന്നൊക്കെയുള്ള അർത്ഥമാണ് അപ്രമത്ത എന്നുള്ളതിന്. പെട്ടെന്ന് തന്നെ പ്രതികരിക്കാൻ സാധ്യമായിട്ടുള്ള കഴിവുള്ള ആള് അപ്രമത്ത. അതും അകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്രമത്തായ എന്ന രൂപം കിട്ടും. അപ്രമത്തായ നമ. അപ്പോ അച്യുതായ നമ, പ്രഥിതായ നമ, പ്രാണായ നമ, പ്രാണതായ നമ, വാസവാനുജായ നമ, അപാംനിധയേ നമ, അധിഷ്ഠാനായ നമ, അപ്രമത്തായ നമ, പ്രതിഷ്ഠിതായ നമ. അതാണ് അടുത്തത്. പ്രതിഷ്ഠിത, പ്രതിഷ്ഠിത എന്നാണ് അടുത്തത്. പ്രാതിഷ്ഠി. അവിടെ ഷ്ഠി എന്നുള്ളത് ഠകാരം അധികരമാണ്. പ്രതിഷ്ഠിത, പ്രതിഷ്ഠിത അകാരാന്തം ആയതുകൊണ്ട് പ്രതിഷ്ഠിതായ എന്ന് രൂപം കിട്ടും. പ്രതിഷ്ഠിതായ നമ. പ്രകരുഷേണ തിഷ്ഠിത, അതാണ് പ്രതിഷ്ഠിത. തിഷ്ഠിതൻ, നിൽക്കുന്നവൻ, പ്രകരുഷമായിട്ട് നിൽക്കുന്നവൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, സ്വന്തം കാലിൽ നിൽക്കുന്നവൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അർത്ഥമാണ്. അതായത് സ്വയം ആശ്രയം, അവനവന് ആശ്രയമായിട്ട് വേറൊരാളില്ല. അപ്പം അവനവനെ തന്നെ ആശ്രയിക്കുക, വേറൊരാൾ ആശ്രയിക്കുന്നില്ല, സ്വയം തന്നെ ആശ്രയിക്കുന്നയാള് എന്നുള്ള അർത്ഥത്തിലാണ് പ്രതിഷ്ഠിത. ഇപ്പൊ പ്രതിഷ്ഠിതായ നമ എന്ന് വരും. പ്രതിഷ്ഠിതായ, പ്രതിഷ്ഠിതായ നമ എന്ന് വരും. അച്യുത, പ്രഥിത. അപ്പൊ നമുക്കൊന്ന് പഠിക്കാം. അച്യുത, പ്രഥിത, പ്രാണ. അച്യുത, പ്രഥിത, പ്രാണ. അച്യുത, പ്രഥിത, പ്രാണ. പ്രാണദോ വാസവാനുജ. പ്രാണദോ വാസവാനുജ. പ്രാണദോ വാസവാനുജ. അപാം നിധിരധിഷ്ഠാനം.
അപാം നിധിരധിഷ്ഠാനം. അപാം നിധിരധിഷ്ഠാനം. അപ്രമത്ത പ്രതിഷ്ഠിത. അവിടെ അപ്രമത്ത എന്നുള്ള ദിക്കിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. വിസർഗം വിസർഗമായിട്ട് തന്നെ ഉച്ചരിക്കും. അപ്രമത്ത പ്രതിഷ്ഠിത. അപ്രമത്ത പ്രതിഷ്ഠിത. അപാം നിധിരധിഷ്ഠാനമപ്രമത്ത പ്രതിഷ്ഠിത. അച്യുത പ്രഥിത പ്രാണ പ്രാണദോ വാസവാനുജ. അപാം നിധിരധിഷ്ഠാനമപ്രമത്ത പ്രതിഷ്ഠിത. ആ ശ്ലോകം കഴിഞ്ഞു. 35-ാമത്തെ ശ്ലോകം കഴിഞ്ഞ് ഇനി 36-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. സ്കന്ദ. സ്കന്ദധര. ധുര്യ. വരദ. വായുവാഹന. വാസുദേവ. ബൃഹത് ഭാനു. ആദിദേവ. പുരന്ദര. സ്കന്ദ എന്നാണ് ആദ്യത്തെ പദം. സ്കന്ദ. എന്താന്നേയുള്ളൂ, എന്താന്നായി പോവരുത്. സ്കന്ധം എന്ന് പറഞ്ഞാൽ അടുത്ത വേറൊരു അർത്ഥാ വരിക. സ്കന്ദ എന്നേ ഉച്ചരിക്കാൻ പാടുള്ളൂ, സ്കന്ധ എന്ന് ഉച്ചരിക്കരുത്. സ്കന്ദ. സ്കന്ധം എന്നുള്ള വാക്കിന് പിന്നെ ഈ ഉണക്കുക എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. ഉണക്കുന്നവൻ. സ്കന്ധയതി, ഉണക്കുന്നയാള്. ഇപ്പൊ വേണ്ടതിനൊക്കെ ഈ അതിനൊക്കെ പക്വത ഉണ്ടാക്കുന്ന ഒരു അർത്ഥമാണ് ഉണക്കുക എന്നൊക്കെ പറയുമ്പോ. സ്കന്ദൻ, സ്കന്ധയതി എന്ന് പറയുമ്പോ ഉണക്കുക, ഉണക്കുന്നയാള്. അല്ലെങ്കിൽ ഈ ഒരു ഇലയാണെങ്കിൽ അതിനെ ഉണക്കി എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ നശിപ്പിച്ചു എന്നർത്ഥം. അങ്ങനെ നശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് സ്കന്ധം, സ്കന്ദൻ. ഈ സ്കന്ദൻ എന്ന് പറഞ്ഞാൽ ഈ ദേവസേനാപതിയായിട്ട് സുബ്രഹ്മണ്യന് പറയുന്ന ഒരു പേരാണല്ലോ. അപ്പോൾ സുബ്രഹ്മണ്യൻ എന്താ ചെയ്തത്? സൈന്യത്തെ നയിച്ചു, അസുരന്മാരെ മുഴുവൻ നശിപ്പിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു അർത്ഥം കിട്ടും സ്കന്ധ എന്നുള്ളതിന്. അപ്പോ ശത്രുക്കളെ നശിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥം ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. സ്കന്ധ അകാരാന്തായിട്ടുള്ള രൂപമാണ്. സ്കന്ധായ എന്ന രൂപം കിട്ടും. സ്കന്ധായ നമ. അപ്പോ അടുത്തത് സ്കന്ധ കഴിഞ്ഞിട്ട് അടുത്ത് സ്കന്ധധര. സ്കന്ധധര. അപ്പൊ സ്കന്ദന്റെ ധരൻ, സ്കന്ധ പ്രവൃത്തി ചെയ്യുന്നവർക്ക്, അങ്ങനെ പ്രവൃത്തി ചെയ്യുന്നവരുടെ അവരെ ധരിക്കുന്നയാള്. സ്കന്ധ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഈ ചീത്തയായിട്ടുള്ള കാര്യങ്ങളെ നശിപ്പിക്കുകയാണ്, അല്ലാണ്ട് നല്ലതിനെയല്ല.
ചീത്തയായിട്ടുള്ള കാര്യത്തിനെ നശിപ്പിക്കുന്ന വിഷയത്തിൽ അതിനെ അങ്ങനെയുള്ളവരെയൊക്കെ ധരിക്കുന്നയാള്. അപ്പൊ അവർക്കൊക്കെ വേണ്ട പിന്തുണ കൊടുക്കുന്നയാൾ എന്നർത്ഥമാണ് സ്കന്ദധര. സ്കന്ദന്മാരെ ധരിക്കുന്ന എന്നർത്ഥം. സ്കന്ദന്മാരെ ധരിക്കുന്നയാള്, സ്കന്ദന്മാരായിട്ടുള്ളവരെ ധരിപ്പിക്കുന്നയാള്, സ്കന്ദധര. സ്കന്ധം നമ്മൾ പറഞ്ഞു, ഈ നശിപ്പിക്കുക, ചീത്തയായിട്ടുള്ളതിനെ ഇല്ലാണ്ട് സംഹരിക്കുക, അവർക്ക് ഉള്ള അവരെ ധരിക്കുക, അല്ലെങ്കിൽ അവര് എന്തിനെയാണോ ധരിക്കുന്നത് അവരെ ധരിക്കുക. അവരെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വൃക്ഷം ഒരു പക്ഷിയെ ധരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ പക്ഷിക്ക് പിന്തുണയായിട്ട് അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ടുള്ളത് ആ വൃക്ഷമാണ് എന്ന് പറയുമ്പോൾ ആ പക്ഷി ഒരു വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വൃക്ഷം എങ്ങനെയാണോ ആ പക്ഷിയെ സംബന്ധിച്ച് അതേപോലെ തന്നെയാണ് ആ സ്കന്ധ പ്രവൃത്തി എടുക്കുന്നയാൾക്ക് ഭഗവാൻ എന്നർത്ഥം. അതാണ് സ്കന്ധധര. അവരെയൊക്കെ ധരിക്കുന്നയാളാണ് എന്നർത്ഥം. അവരെ പിന്തുണയ്ക്കുന്ന, അവരെ വേണ്ടതുപോലെ സംരക്ഷിക്കുന്ന ആള് സ്കന്ധധര. അകാരാന്തം സ്കന്ധധരായ നമ. സ്കന്ധധര, സ്കന്ധായ നമ, സ്കന്ധധരായ നമ. പിന്നെ അടുത്തത് ധുര്യ. ധുരി എന്നൊക്കെ പറഞ്ഞ ധുര്യവും ധുര്യ. ധുരി എന്നൊക്കെ പറയുമ്പോ പിന്നെ ധുരി കീർത്തനീയ, ധുരി എന്താ ഒരു വംശത്തിലോ കുമാരസംഭവത്തിൽ അങ്ങനെ ധുരി കീർത്തനീയ. അപ്പോ അവരുടെ കൂട്ടത്തിൽ എന്നൊക്കെ അർത്ഥമാണ്. ഒരു ശൃംഖല, ആ ശൃംഖലയിൽ എന്നർത്ഥം. ആ ശൃംഖലയിൽ ഏറ്റവും മുമ്പുള്ള ആളെന്നോ ഒക്കെ പറയാം. അങ്ങനെ ഒരർത്ഥത്തിൽ പറയാം ധുര്യ. അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നയാള് എന്ന് പറയുമ്പം ആ കൂട്ടത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നയാള് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ അർത്ഥം പിന്നിൽ നിന്നും അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ഏറ്റവും മുമ്പിൽ നിന്നോ പിന്തുണയ്ക്കുന്നയാള് എന്നുള്ള അർത്ഥം തന്നെ. ആ ഒരു വരിയില് മുന്നിൽ നിന്ന് നയിക്കുക അല്ലെങ്കിൽ പിന്നിൽ നിന്ന് താങ്ങുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ധുരി. ആ ധുരിയില് ശ്രേഷ്ഠനായിട്ട് ഒരു വരിയിൽ നയിക്കുന്നയാൾ എന്നൊക്കെയുള്ള അർത്ഥം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ ഏറ്റവും പിന്നിൽ നിന്ന് നയിക്കുക, നല്ല പിന്തുണ കൊടുക്കുക, അങ്ങനെയുള്ള ഒരാൾ എന്നർത്ഥം. പിന്തുണക്കാരൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ധുര്യ എന്നുള്ള പദം. അപ്പൊ ധുര്യ എന്നുള്ളത് അകാരാന്താണ്. ധുര്യായ എന്ന് രൂപം കിട്ടും. ധുര്യായ നമ, സ്കന്ധായ നമ, സ്കന്ധധരായ നമ, ധുര്യായ നമ. അപ്പൊ സ്കന്ധ എന്നുള്ളതിന്റെ വിസർഗം സകാരായിട്ട് സ്കന്ധധര എന്നാകും. ആ സ്കന്ധധര എന്നുള്ള വിസർഗം ഓ എന്നായിട്ടാണ് മാറുക. സ്കന്ധധരോ. പിന്നെ ധുര്യ സ്കന്ധധരോ ധുര്യോ. ആ ധുര്യ എന്നുള്ളത് ധുര്യോ എന്നായി മാറും. സ്കന്ധധരോ ധുര്യോ, ധുര്യ. പിന്നെ വരദ എന്നാണ് അടുത്ത പദം. വരദ എന്നുള്ള വാക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. വരം ദദാതി ഇതി വരദ. വരത്തെ കൊടുക്കുന്നയാള്, വരം ദാനം ചെയ്യുന്നയാളാണ് വരദൻ. അനുഗ്രഹങ്ങളെയൊക്കെ കൊടുക്കുന്നയാള്. വരം എന്നുള്ള വാക്കിന് വേറൊരർത്ഥമുണ്ട്. വരം ശ്രേഷ്ഠം എന്നൊരർത്ഥമുണ്ട്. ശ്രേഷ്ഠമായിട്ടുള്ളതിനെ ദാനം കൊടുക്കുന്നയാൾ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതിനെ കൊടുക്കുന്നയാള്. മോക്ഷമാണെങ്കിൽ ആ മോക്ഷം, ഭക്തിയാണെങ്കിൽ ആ ഭക്തി, അവ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുന്നയാൾ, അതാണ് വരദ. സ്കന്ധായ നമ, സ്കന്ധധരായ നമ, ധുര്യായ നമ, വരദായ നമ. വരദ എന്നുള്ളത് അകാരാന്താണ്. വരദായ നമ.
അടുത്തത് വായുവാഹന. വായുവാഹന അറിയാം അർത്ഥം, നമുക്ക് പരിചിതമായിട്ടുള്ള വാക്ക് തന്നെയാണ്. വായു വാഹനമായിട്ടുള്ള ആള് എന്നർത്ഥം. വായുവിനെ വാഹനമാക്കിയിട്ടുള്ള ആള്, വായുവേഗത്തിൽ സഞ്ചരിക്കുക എന്നൊക്കെ പറയാറില്ലേ. ആ വായുവിന്റെ അതേ വേഗതയിൽ വായു സഞ്ചരിക്കുന്നതിനനുസരിച്ച് എത്തുന്നയാള് എന്നൊക്കെ അർത്ഥം പറയാം. അപ്പൊ വായുവിനെ വാഹനമാക്കിയ ആള് വായുവാഹന. അകാരാന്താണ് വായുവാഹനായ എന്ന രൂപം. വായുവാഹനായ നമ. അപ്പൊ സ്കന്ധധരോധുര്യോ വരദോ വായുവാഹന. പിന്നെ വാസുദേവ. വാസുദേവ എന്നുള്ളത് വാസുദേവോ എന്നായി. വാസുദേവ, വാസുദേവൻ ആയിട്ടുള്ള ആള്. വാസുദേവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പിന്നെ എല്ലാ ദിക്കിലും നല്ലവണ്ണം ശോഭിക്കുന്നയാള് എന്നുള്ള അർത്ഥമുണ്ട്, വ്യാപിക്കുന്നയാള് എന്നുള്ള അർത്ഥം. ഈ രണ്ടും കൂടി കൂടിയ ആളാണ് വാസുദേവൻ. വാസുദേവൻ എല്ലാ ദിക്കിലും വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ നല്ലവണ്ണം തിളങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ടർത്ഥം കൂടിയാണ് വാസുദേവ. അകാരാന്താണ് വാസുദേവായ നമ എന്നാവും. വാസുദേവ അത് അടുത്ത പദമായിട്ട് ചേരുമ്പോൾ വാസുദേവ എന്നുള്ള വിസർഗം ഓകാരാണ് ആയിട്ടാണ് മാറുക. വാസുദേവോ എന്നാവും. അടുത്തത് ബൃഹത് ഭാനു. ബൃഹത് ഭാനു. ഭാ എന്നുള്ളത് ഘോഷാക്ഷരാണ്. ബൃഹത് ഭാനു. ഭാനു എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഭാനുബിംബം. ഈ സൂര്യനെ പറ്റിയാണ് ഭാനു എന്നൊക്കെ പറയാറ്. ഈ ഭാനുവിന്റെ പ്രത്യേകത എന്താണ്? നല്ലവണ്ണം തിളക്കം ഉള്ള ആളാണ് ഭാനു, സൂര്യൻ. അപ്പൊ ബൃഹത് ഭാനു ആകുമ്പോൾ എന്താണ്? വളരെ ശക്തമായിട്ട് തിളക്കമുള്ള ആള് എന്നർത്ഥം. ഏറ്റവും തിളക്കമുള്ള ആള് എന്നൊക്കെ അർത്ഥം. ബൃഹത് ഭാനു. വാസുദേവ, വാസുദേവോ എന്നായി. വാസുദേവോ ബൃഹത് ഭാനു. ഭാനു എന്നുള്ളത് ഉകാരാന്തായിട്ടുള്ള രൂപമാണ് ഭാനു. അപ്പോ ഭാനവേ എന്നാണ് ചതുർത്ഥി വരിക. ബൃഹത് ഭാനവേ നമ എന്ന രൂപമായി. സ്കന്ധായ നമ, സ്കന്ധധരായ നമ, ധുര്യായ നമ, വരദായ നമ, വായുവാഹനായ നമ, വാസുദേവായ നമ, ബൃഹത് ഭാനവേ നമ. അടുത്തത് ആദിദേവ എന്നാണ്. ആദിദേവ. ആദിദേവായ നമ. അകാരാന്താണ് ആദിദേവായ നമ. ആദിദേവൻ, ആദ്യത്തെ ദേവൻ എന്നുള്ള അർത്ഥത്തിലാണ് ആദിദേവൻ. അതിന് പിന്നെ വേറെ ഒന്നും മനസ്സിലാക്കാനില്ല, ആദ്യത്തെ ദേവൻ എന്നുള്ള അർത്ഥം തന്നെ. ആദിദേവ. അടുത്തത് പുരന്ദര. പുരന്ദര. പുര, പുര എന്നുള്ളൊരു പദം, ധര എന്നുള്ളൊരു പദം, രണ്ട് പദങ്ങളാണ്. പുരം ധരം ചെയ്തയാള് പുരന്ദരൻ. പുരത്തെ, പുരം എന്ന് പറഞ്ഞാൽ പുരങ്ങൾ, പുരങ്ങള്. പുരത്തിനെ നശിപ്പിച്ചയാള്. ശിവൻ പുരന്ദരനാണ് എന്ന് പറയാറുണ്ട്. ഈ 3 പുരങ്ങളെ ത്രിപുരാന്തകൻ എന്നൊക്കെ പേര് വരുന്നുണ്ടല്ലോ. അപ്പൊ പുരങ്ങളെ നശിപ്പിച്ച ആള് എന്നുള്ള അർത്ഥത്തിലാണ് പുരന്ദരൻ. ശിവന് ഒരു പേരുണ്ട്, അതേപോലെ തന്നെയാണ്, അതേ പേര് തന്നെയാണ് മഹാവിഷ്ണുവിനുള്ളത്. മഹാവിഷ്ണു ന്റെ ഒരു ഭാവം തന്നെയാണ് ഈ ശിവന്റെ ഭാവവും എന്നുള്ളത് കൊണ്ടാണ് പുരന്ദരൻ എന്നൊരർത്ഥം. ഈ 3 പുരങ്ങൾ ഏതാണ് എന്നുള്ള ഇതിനുണ്ട്. മറ്റത് രാക്ഷസന്മാര്, 3 രാക്ഷസന്മാരും 3 പുരങ്ങൾ ഉണ്ടാക്കി ആ പുരങ്ങളെ ഒരുമിച്ച് നശിപ്പിച്ചു ശിവൻ എന്നുള്ളതാണല്ലോ പറയുന്നത്. ഇതിപ്പോ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട്, ആ ജീവാത്മാവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന പല പല തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ ആകുന്ന 3 പുരങ്ങളുണ്ട് നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട്. 3 ശരീരങ്ങൾ. ആ ശരീരങ്ങളെ നശിപ്പിക്കുന്നയാള്. ശരീരങ്ങളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ അതിജീവിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അനുഗ്രഹിക്കുന്നയാള്. ദൈവികമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് ഇതേപോലെയുള്ള പുരങ്ങളെ നമുക്ക് നശിപ്പിക്കാനല്ല, അതിനെ അതിജീവിക്കാൻ ശക്തി കിട്ടുന്ന ഈ 3 ശരീരങ്ങൾ, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം,
പരസൂക്ഷ്മ സ്ഥൂലമായിട്ടുള്ള 3 ശരീരങ്ങൾ. ആ ശരീരത്തിനോടൊക്കെ നമുക്ക് ഇങ്ങനെ ആസക്തി ഉണ്ടാവും. ആ ആസക്തിയെ ഇല്ലാണ്ടാക്കാൻ അതിന് തൻ്റെ ഭക്തന്മാരെ സഹായിക്കുന്നയാള്, ശരീരബോധത്തെ അല്ലെങ്കിൽ ശരീര കാമത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നയാള്, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ് പുരന്ദര. ശരീരമാണ് പ്രധാനം എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവുമല്ലോ. അവരുടെ ആ ബോധത്തെ നശിപ്പിക്കുന്നയാണ്. അതല്ല, അതിൻ്റെ അപ്പുറത്താണ് ശരിയായിട്ടുള്ള കാര്യങ്ങള് എന്ന് മനസ്സിലാക്കി തരുന്നയാള് പുരന്ദര. പുരന്ദര അകാരാന്താണ്, പുരന്ദരായ നമ എന്ന് വരും. സ്കന്ധായ നമ, സ്കന്ധധരായ നമ, ധുര്യായ നമ, വരദായ നമ, വായുവാഹനായ നമ, വാസുദേവായ നമ, ബൃഹദ്ഭാനവേ നമ, ആദിദേവായ നമ, പുരന്ദരായ നമ. നമുക്കൊന്ന് ചൊല്ലാം. സ്കന്ദസ്കന്ധധരോ ധുര്യോ സ്കന്ദസ്കന്ധധരോ ധുര്യോ സ്കന്ദസ്കന്ധധരോ ധുര്യോ വരദോ വായുവാഹന വരദോ വായുവാഹന വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനു വാസുദേവോ ബൃഹദ്ഭാനു വാസുദേവോ ബൃഹദ്ഭാനു ആദിദേവ പുരന്ദര ആദിദേവ പുരന്ദര ആദിദേവ പുരന്ദര ബൃഹദ്ഭാനു ആദിദേവ ബൃഹദ്ഭാനുരാദിദേവ എന്നാവും. സ്കന്ദസ്കന്ധധരോ ധുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാദിദേവ പുരന്ദര. 2 ശ്ലോകങ്ങളും കൂടി ഒന്ന് ചൊല്ലി നോക്കാം. അച്യുത പ്രഥിത പ്രാണ പ്രാണദോ വാസവാനുജ അപാം നിധിരധിഷ്ഠാനമപ്രമത്ത പ്രതിഷ്ഠിത സ്കന്ദസ്കന്ധധരോ ധുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാദിദേവ പുരന്ദര. ശരി, നമുക്ക് ഇന്ന് ഇത്ര കൊണ്ട് നിർത്താം. ബാക്കി ഉള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം പറയാം. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.